ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ DBMSൻ്റെ ബാലൻസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഒരു പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ RDBMS, ER ഡയഗ്രാം, പിന്നെ 4 ടൈപ്സ് ഓഫ് ഡേറ്റാബേസ് മോഡൽസ് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതിൽ ഫ്രം ഇൻട്രൊഡക്ഷൻ ടു SQL ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SQLൻ്റെ ഫുൾ ഫോമാണ് സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ്. ഇത് നമ്മൾ RDBMSലാണ് യൂസ് ചെയ്യുന്നത്. റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത് ഫോർ സ്റ്റോറിംഗ് ആൻഡ് മാനേജിങ് ഡേറ്റ. SQL വാസ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ റിലേഷണൽ മോഡൽ ഓഫ് ഡേറ്റാബേസ്. SQL ആണ് റിലേഷണൽ ഡേറ്റാബേസ് മോഡലിൻ്റെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ടുഡേ ഓൾമോസ്റ്റ് ഓൾ RDBMS യൂസ് SQL ആസ് എ സ്റ്റാൻഡേർഡ് ഡേറ്റാബേസ് ക്വയറി ലാംഗ്വേജ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ RDBMSൽ നമ്മൾ SQL ക്വയറി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ RDBMS മോഡൽസിൻ്റെ എക്സാമ്പിൾസാണ് MySQL, Oracle, Informix, Sybase, MS Access എക്സെട്ര. ഇതെല്ലാം RDBMSൻ്റെ മോഡൽസാണ്, ആപ്ലിക്കേഷൻസാണ്. ആൻഡ് ഇതിലെല്ലാം നമ്മൾ കൂടുതലിപ്പോൾ SQL ആണ് യൂസ് ചെയ്യുന്നത് ഫോർ മാനേജിങ് ആൻഡ് സ്റ്റോറിങ് ഡേറ്റ. ആൻഡ് SQL യൂസ് ചെയ്തോടെ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഡേറ്റ ഓപ്പറേഷൻസും പെർഫോം ചെയ്യാൻ പറ്റും ഇൻ RDBMS. ഫസ്റ്റ് വൺ ആണ് SQL കമാൻഡ്സ്. ഈ SQL കമാൻഡ്സ് 5 ടൈപ്പ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ DDL, സെക്കൻഡ് വൺ DQL, തേർഡ് വൺ DML, ഫോർത്ത് വൺ DCL ആൻഡ് ഫിഫ്ത്ത് വൺ TCL. DDLൻ്റെ ഫുൾ ഫോമാണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ആൻഡ് DQLൻ്റെ ഫുൾ ഫോമാണ് ഡേറ്റ ക്വയറി ലാംഗ്വേജ്. ആൻഡ് DML is data manipulation language, DCL is data control language, and TCL is transaction control language. അപ്പോൾ ഫസ്റ്റ് വൺ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. DDL, data definition language, actually consists of SQL commands that can be used to define the database schema. It simply deals with descriptions of the database schema and is used to create and modify the structure of database objects in the database. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഡേറ്റാബേസ് സ്കീമനെ ഡിഫൈൻ ചെയ്യാൻ, അതിലുള്ള ഡേറ്റാസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ആൻഡ് ഇതിൽ വരുന്നതാണ് ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ, ട്രങ്കേറ്റ്, കമൻറ്റ് ആൻഡ് റീനെയിം. ഇത് എല്ലാ ക്വയറീസും DDL അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ക്രിയേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ടേബിളിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് ഡ്രോപ്പ്. ഡ്രോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാബേസിലുള്ള ഒബ്ജക്ട്സിനെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓൾട്ടർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ് ടു ഓൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് ദ ഡേറ്റാബേസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ട്രങ്കേറ്റ്. ട്രങ്കേറ്റ് യൂസ് ചെയ്തിട്ട് ടേബിളിലുള്ള എല്ലാ റെക്കോർഡ്സും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ദ സ്പേസസ് അലോക്കേറ്റഡ് ഫോർ ദ റെക്കോർഡ്സ് ആർ റിമൂവ്ഡ്. നെക്സ്റ്റ് ആണ് കമൻറ്റ്. കമൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ ഡിക്ഷണറിയിൽ കമൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് റീനെയിം യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാബേസിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ റീനെയിം ചെയ്യാൻ പറ്റും. ഇതാണ് DDL വെച്ചുകൊണ്ട് നമുക്ക് ഡേറ്റാബേസ് സ്കീമനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡേറ്റാബേസ് സ്കീമനെ ഡിസ്ക്രൈബ് ചെയ്യാനും ആൻഡ് അത് മോഡിഫൈ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുമാണ് നമ്മൾ DDL യൂസ് ചെയ്യുന്നത്. അതിലുള്ള എക്സാമ്പിൾ കമാൻഡ്സ് ആണ് ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ, ട്രങ്കേറ്റ്, കമൻറ്റ് ആൻഡ് റീനെയിം. നെക്സ്റ്റ് വൺ ആണ് DQL, ഡേറ്റ ക്വയറി ലാംഗ്വേജ്. DQL കമാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വയറീസ് ചെയ്യാൻ പറ്റും ഓൺ ദ ഡേറ്റ വിത്തിൻ ദി സ്കീമ ഒബ്ജക്ട്സ്. ആൻഡ് നമ്മളിപ്പോൾ ഒരു ക്വയറി ചെയ്യുന്നു, അപ്പോൾ അതിൽ ഓൾറെഡി ഡേറ്റാബേസ് ടേബിളിലുള്ള ഇതിൽ നമ്മൾ കൊടുക്കുന്ന ക്വയറീസ് എല്ലാം പെർഫോം ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് ഒരു പുതിയ റിലേഷൻ നമുക്ക് കിട്ടും. അതാണ് DQL വെച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ആൻഡ് DQLൻ്റെ എക്സാമ്പിൾ കമാൻഡാണ് സെലക്ട് യൂസ് ചെയ്തോടെ നമുക്ക് ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റാസ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് DML, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇത് യൂസ് ചെയ്തോടെ നമുക്ക് ഡേറ്റാബേസ് ടേബിൾസിലുള്ള ഡേറ്റാസിനെ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ 2 ടൈപ്പാണുള്ളത്, പ്രൊസീജറൽ ആൻഡ് നോൺ പ്രൊസീജറൽ. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് DML കമാൻഡ്സ് ഉണ്ട്. Procedural means the user specifies what data is needed and how to get it. Non-procedural means the user only specifies what data is needed. അപ്പോൾ DMLൻ്റെ എക്സാമ്പിൾസ് ആണ് ഇൻസേർട്ട്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. ഇൻസേർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടേബിളിൽ കണ്ടൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അപ്ഡേറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിലീറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാബേസ് ടേബിളിലുള്ള റെക്കോർഡ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് വണ്ണാണ് DCL, ഡേറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇതിൽ വരുന്ന കമാൻഡ്സ് ആണ് ഗ്രാൻഡ്, റിവോക്ക് എക്സെട്ര. ആൻഡ് ഇതെല്ലാം റൈറ്റ്സ്, പെർമിഷൻ, കൺട്രോൾസിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റൈറ്റ്സ്, പെർമിഷൻ ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ ഇൻക്ലൂഡ് ആകുന്നതാണ് ഗ്രാൻഡ് ആൻഡ് റിവോക്ക്. ഈ കമാൻഡ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഗ്രാൻഡ് മീൻസ് ഗീവ് യൂസേഴ്സ് ആക്സസ് പ്രിവിലേജസ് ടു ഡേറ്റാബേസ്. ആൻഡ് റിവോക്ക് മീൻസ് നമ്മൾ ആക്സസ് കൊടുത്തില്ലേ ആ ആക്സസ് തിരിച്ചെടുക്കുന്നതാണ് റിവോക്ക്. നെക്സ്റ്റ് വൺ ആണ് TCL, ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. ആൻഡ് ഇതിൽ TCL കമാൻഡ്സ് ഡീൽസ് വിത്ത് ട്രാൻസാക്ഷൻ വിത്തിൻ ദ ഡേറ്റാബേസ്. ഇതിൽ വരുന്നതാണ് കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിൻറ്റ് ആൻഡ് സെറ്റ് ട്രാൻസാക്ഷൻ. ഇത് ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോൾ ബാക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റോൾ ബാക്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ യൂട്യൂബിൽ ഇടുന്നത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് മാത്രമാണ്. സോ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് കുറച്ച് ടൈം കൊടുത്ത് പഠിക്കുക. And commits a transaction. Rollback means rollbacks a transaction in case of any errors. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ചെയ്യാനാണ് റോൾ ബാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് സേവ് പോയിൻറ്റ്. സെറ്റ്സ് എ സേവ് പോയിൻറ്റ് within a transaction. Next one, set transaction. Specify characteristics for the transaction. ഇതെല്ലാം TCLൻ്റെ എക്സാമ്പിൾ കമാൻഡ്സ്. Next one, create command is SQL create command യൂസ് ചെയ്തതോടെ നമുക്ക് ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിലുള്ള ടേബിളിനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിൻടാക്സ് ആണ് ക്രിയേറ്റ് ഡേറ്റാബേസ് നെയിം. നമ്മൾ ആദ്യം ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്താലേ അതിൽ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റാബേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ സിൻടാക്സ് ആണ് ക്രിയേറ്റ് ഡേറ്റാബേസ് സ്പേസ് ഡേറ്റാബേസ് നെയിം സെമിക്കോളൻ. നെക്സ്റ്റ് വൺ ആണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ്. അതിൻ്റെ സിൻടാക്സ് ആണ് ക്രിയേറ്റ് ടേബിൾ നെയിം, പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കോളം നെയിം 1 അതിൻ്റെ ഡേറ്റ ടൈപ്പ് കൊടുക്കണം, കോമ കോളം നെയിം 2 അതിൻ്റെ ഡേറ്റ ടൈപ്പ് ആൻഡ് എക്സെട്ര. നമുക്ക് എത്ര കോളംസ് വേണോ അതിനുള്ള നെയിംസ് ആൻഡ് ഡേറ്റ ടൈപ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇടണം. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയി. ഇതിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള കോളമാണ് ഫസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് ID, അതിൻ്റെ ഡേറ്റ ടൈപ്പാണ് ഇൻറ്റ്. സെക്കൻഡ് വൺ നെയിം, അതിൻ്റെ ഡേറ്റ ടൈപ്പ് വേർ ക്യാർ ആണ്, അതിൻ്റെ ലെന്ത് 100 വരെ കൊടുത്തിട്ടുണ്ട് സൈസ്. പിന്നെ ഉള്ളത് ഏജ്, അതിന് ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്. പിന്നെ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമി കോളൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 3 കോളംസ് ആണ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത്, സ്റ്റുഡൻറ്റ് ID, നെയിം, ഏജ്. നെക്സ്റ്റ് വൺ ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡേറ്റ ടൈപ്സ് ഫോർ ടേബിൾ കോളംസ്. നമ്മൾ ഡേറ്റാബേസ് ടേബിൾസിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഇൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇൻറ്റീജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലോട്ട് യൂസ് ചെയ്തിട്ട് ഫ്ലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫ്ലോട്ട് വാല്യൂസ് തന്നെയാണ് ഡബിളിലും സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ വേർ ക്യാർ, ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാരക്ടേഴ്സ്, ഇൻറ്റീജേഴ്സ് എല്ലാം സ്റ്റോർ ചെയ്യാം. സ്ട്രിങ് ആണ് വേർ ക്യാറിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്യാറിൽ സിംഗിൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഡേറ്റിൽ നമുക്ക് ഡേറ്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ലൈക്ക് July 7, 2024, June 18, 2024, അങ്ങനെ ഡേറ്റ് വാല്യൂസൊക്കെ നമുക്ക് ഡേറ്റ് യൂസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് ടെക്സ്റ്റിൽ നമ്മൾ കൂടുതൽ ലെങ്ത്തുള്ള ടെക്സ്റ്റ്, പാരഗ്രാഫ്സ് അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. കുറച്ച് പാരഗ്രാഫ് അതുപോലെയുള്ള ടെക്സ്റ്റ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് SQL കൺസ്ട്രെയിൻറ്റ്സ്. SQL കൺസ്ട്രെയിൻറ്റ്സ് ആർ യൂസ്ഡ് ടു സ്പെസിഫൈ റൂൾസ് ഫോർ ദ ഡേറ്റ ഇൻ എ ടേബിൾ. ഒരു ടേബിളിലുള്ള ഡേറ്റാസിന് നമുക്ക് റൂൾസ് കൊടുക്കാം. ഈ ഡേറ്റ ഇതൊക്കെ ഫോളോ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ നമുക്ക് കൺസ്ട്രെയിൻറ്റ്സ് യൂസ് ചെയ്യുന്നതോട്ട് റൂൾസ് കൊടുക്കാം. അതിൽ SQL യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിൻറ്റ്സ് ആണ് നോട്ട് നൾ, യൂണീക്ക്, പ്രൈമറി കീ, ഫോറിൻ കീ, ചെക്ക്, ഡീഫോൾട്ട് ആൻഡ് ഇൻഡെക്സ്. ഇതിൽ നോട്ട് നൾ മീൻസ് ആ കോളം നൾ വാല്യൂ ആയിരിക്കരുത്, ആ കോളം നല്ലായിരിക്കരുത്, അതാണ് നോട്ട് നൾ മീൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് യൂണീക്ക്. ഇറ്റ് എൻഷുർസ് ഓൾ വാല്യൂസ് ഇൻ എ കോളം ആർ ഡിഫറെൻറ്റ്. എല്ലാ കോളത്തിലുള്ള വാല്യൂസും ഡിഫറെൻ്റ് ആയിരിക്കണം, അതാണ് യൂണീക്ക് മീൻ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് പ്രൈമറി കീ, എ കോമ്പിനേഷൻ ഓഫ് നോട്ട് നൾ ആൻഡ് യൂണീക്ക്. നോട്ട് നൾ കൺസ്ട്രെയിൻറ്റിനെയും യൂണീക്ക് കൺസ്ട്രെയിൻറ്റിനെയും ഒരു കോമ്പിനേഷനാണ് പ്രൈമറി കീ. ഇറ്റ് യൂണീക്വലി ഐഡൻറ്റിഫൈസ് ഈച്ച് റോ ഇൻ എ ടേബിൾ. പിന്നെ ഉള്ളത് ഫോറിൻ കീ. ഇറ്റ് യൂണീക്വലി ഐഡൻറ്റിഫൈസ് എ റോ ഓർ റെക്കോർഡ് ഇൻ അനദർ ടേബിൾ.
And check, it ensures that all values in a column satisfies a specific condition. പിന്നെ ഉള്ളത് ഡീഫോൾട്ട്, സെറ്റ്സ് എ ഡീഫോൾട്ട് വാല്യൂ ഫോർ എ കോളം വെൻ നോ വാല്യൂസ് സ്പെസിഫൈഡ്. ഇത് ഡീഫോൾട്ട് യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു കോളത്തിൽ വാല്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഡീഫോൾട്ടായിട്ട് ഒരു വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും ഡീഫോൾട്ട് യൂസ് ചെയ്തിട്ട്. ആൻഡ് ചെക്ക് യൂസ് ചെയ്തിട്ട് ആ ടേബിൾ, ആ കോളത്തിലുള്ള വാല്യൂ ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് കൺസ്ട്രെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഇൻഡെക്സ്, യൂസ് ടു ക്രിയേറ്റ് ആൻഡ് റിട്രീവ് ഡേറ്റ ഫ്രം ഡേറ്റാബേസ് വെരി ക്വിക്ക്ലി. നെക്സ്റ്റ് ആണ് ക്രിയേറ്റ് കൺസ്ട്രെയിൻറ്റ്സ്. കൺസ്ട്രെയിൻറ്റ്സിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കോളം നെയിം, ഡേറ്റ ടൈപ്പ്, അതിൻ്റെ കൺസ്ട്രെയിൻറ്റ് നമ്മളിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് കണ്ടില്ലേ, അതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ കോളം ടു ഡേറ്റ ടൈപ്പ്, അതിനുള്ള കൺസ്ട്രെയിൻറ്റ് കൊടുക്കും. കൺസ്ട്രെയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം, അല്ലെങ്കിൽ അത് കൊടുക്കണ്ട, അത് ഓപ്ഷണലാണ്. അങ്ങനെ എല്ലാം കൊടുത്തിട്ട് ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോട്ട് നൾ കൺസ്ട്രെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേഴ്സൺ എന്നൊരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ID ഉണ്ട്, അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻ്റ് ആണ്, അത് നോട്ട് നൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നെയിം അത് വേർ കെയർ ആണ്, അവിടെ നോട്ട് നൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് നെയിം അതും നോട്ട് നല്ലാണ്. പിന്നെ ഏജ് കൊടുത്തിട്ടുണ്ട്, ഏജിന് കൺസ്ട്രെയിൻസ് ഒന്നുമില്ല. ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് നോട്ട് നൽ കൺസ്ട്രെയിൻറ്റിന് ഒരു എക്സാമ്പിൾ. ഇങ്ങനെ നമുക്ക് ഏത് കൺസ്ട്രെയിൻറ്റ് വേണോ അതിങ്ങനെ കൊടുക്കാം നമുക്ക്. അപ്പോൾ SQL ക്രിയേറ്റ് കമാൻഡ്, അതിൻ്റെ സിൻടാക്സ്, അതിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് ആൻഡ് അതിലുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ നോക്കി. നെക്സ്റ്റ് ആണ് ഇൻസേർട്ട് കമാൻഡ്. ഇതിൽ രണ്ട് സിൻടാക്സ് ഉണ്ട്, രണ്ട് ടൈപ്പ് സിൻടാക്സ് ഉണ്ട്. ആദ്യത്തേതാണ് ഇൻസേർട്ട് ഇൻ ടു സ്പേസ്, അതിൽ ടേബിൾ നെയിം കൊടുക്കണം. ടേബിൾ നെയിം കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കോളത്തിൻ്റെ നെയിംസ് കൊടുക്കണം. കോളം 1, കോളം 2, കോളം 3 എക്സെട്ര, കോളം n. നമുക്ക് എത്ര കോളംസ് ഉണ്ടോ അത്രയും നെയിംസ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വാല്യൂസ് എന്ന് എഴുതിയിട്ട് അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വാല്യൂ 1, വാല്യൂ 2, ഓരോ കോളത്തിൽ ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇവിടെ കൊടുക്കണം. വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3, എക്സെട്ര, വാല്യൂ n കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടണം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. പിന്നെ നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഉണ്ട്. സെക്കൻഡ് ടൈപ്പിൽ നമുക്ക് കോളത്തിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യേണ്ട. ഇപ്പോൾ നമുക്ക് എല്ലാ കോളത്തിലും വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കോളത്തിൻ്റെ നെയിംസ് ആഡ് ചെയ്യേണ്ട. അതിനുള്ള സിൻടാക്സ് ആണ് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം, അത് കഴിഞ്ഞിട്ട് വാല്യൂസ് ഓഫ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എക്സെട്ര, വാല്യൂ n കൊടുത്തിട്ട് സെമിക്കോളൻ ഇടണം. ആൻഡ് ഇതിൽ നമ്മളിപ്പോൾ കോളത്തിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യാതല്ലേ വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ കോളത്തിൻ്റെ വാല്യൂസ് ഓർഡർ മാറാതെ ഓരോ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തന്നെ ഇതിൽ കൊടുക്കണം. കോളത്തിൻ്റെ ഓർഡർ തന്നെ വാല്യൂസിൻ്റെ ഓർഡർ കൊടുക്കണം. ഓർഡർ മാറിപ്പോയാൽ നമുക്ക് എറർ കാണിക്കും. നെക്സ്റ്റ് ആണ് സെലക്ട് കമാൻഡ്. സെലക്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിളിലുള്ള ഡേറ്റാസൊക്കെ ഫെച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. വിച്ച് റിട്ടേൺസ് ദിസ് ഡേറ്റ ഇൻ ദി ഫോം ഓഫ് എ റിസൾട്ട് ടേബിൾ. നമ്മളിപ്പോൾ സെലക്ട് ക്വയറി യൂസ് ചെയ്തിട്ട് ഡേറ്റാസ് ഫെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഒരു ടേബിൾ തന്നെയാണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിളായിരിക്കും. അതിൻ്റെ ബേസിക് സിൻടാക്സ് ആണ് സെലക്ട് കോളം നെയിം, കോളം 1, കോളം 2, നമുക്ക് എത്ര കോളം വേണോ അതിൻ്റെയൊക്കെ നെയിം കൊടുക്കാം, ആയിട്ട് കൊടുക്കാം. കോളം 1, കോളം 2, എക്സെട്ര, കോളം n ഫ്രം ടേബിൾ നെയിം സെമിക്കോളൻ. ഇതാണ് ബേസിക് സിൻടാക്സ്. സെലക്ട് കമാൻഡിൻ്റെ ബേസിക് സിൻടാക്സ് ആണ് ഇത്. ആൻഡ് ഇപ്പോൾ നമുക്ക് എല്ലാ കോളമോ എല്ലാ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം കൊടുത്താൽ മതി. സ്പെസിഫിക് കോളം മാത്രം വേണമെങ്കിൽ നമുക്ക് കോളം നെയിംസ് ഒക്കെ കൊടുക്കാം. സെലക്ട് കോളം നെയിം 1, കോളം നെയിം 2 അങ്ങനെ കൊടുത്തിട്ട് ഫ്രം ടേബിൾ നെയിം സെമിക്കോളൻ കൊടുത്താൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കോളത്തിൻ്റെ വാല്യൂസ് മാത്രം നമുക്ക് കിട്ടും. അത് മാത്രം ബേസ് ചെയ്തോട്ട് ഒരു ടേബിളാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ടേബിളിലുള്ള എല്ലാ ഡീറ്റെയിൽസും വേണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം സെമിക്കോളൻ കൊടുത്താൽ മതി. ടേബിളിൻ്റെ വാല്യൂസ് അതിലുള്ള ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ആണ് ഡ്രോപ്പ് ടേബിൾ.
The SQL drop table statement is used to remove a table definition and all the data, indexes, triggers, constraints and permissions specifications for the table. Once a table is deleted, then all the information available in the data will also be lost forever. അപ്പോൾ ഡ്രോപ്പ് ടേബിൾ കൊടുക്കുമ്പോൾ ടേബിൾ മൊത്തമായിട്ടാണ് ഡിലീറ്റ് ആവുന്നത്. നമുക്ക് അത് വൺസ് ഇത് ഡ്രോപ്പ് ടേബിൾ കൊടുത്ത് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ കണ്ടൻസ് ഒന്നും തിരിച്ച് എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഡ്രോപ്പ് ടേബിൾ. ആൻഡ് ഇതിൻ്റെ സിൻടാക്സ് ആണ് ഡ്രോപ്പ് ടേബിൾ സ്പേസ് ടേബിൾ നെയിം സെമിക്കോളൻ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടേബിൾ ഡിലീറ്റ് ആവും. ആ ടേബിൾ അതിലുള്ള വാല്യൂസ്, ഇൻഡെക്സസ്, ട്രിഗേഴ്സ്, കൺസ്ട്രെയിൻസ്, നമ്മൾ കൊടുത്ത പെർമിഷൻസ് ഇതെല്ലാം തന്നെ ഡിലീറ്റായി പോകും. ആൻഡ് ഇത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇറ്റ് ലോസ്റ്റ് ഫോർ എവർ. നെക്സ്റ്റ് ക്വയറിയാണ് അപ്ഡേറ്റ് ക്വയറി. അപ്ഡേറ്റ് ക്വയറി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടേബിളിലുള്ള ഒരു എക്സിസ്റ്റിംഗ് റെക്കോർഡിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ നമുക്ക് അത് യൂസ് ചെയ്ത് ആ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് സെലക്റ്റഡ് റോസ് മാത്രം നമുക്ക് മോഡിഫൈ ചെയ്യാനും പറ്റും. മൊത്തം അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സിനെ മോഡിഫൈ ചെയ്യാം. ആൻഡ് സെലക്റ്റഡ് റോസ് നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ആ കീവേഡ് യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു സിൻടാക്സ് നോക്കാം. അപ്ഡേറ്റ് ടേബിൾ നെയിം set column name equal to value, column name 2 is equal to value, etc. column n is equal to value n. നമുക്ക് ഏത് കോളത്തിലുള്ള വാല്യൂ ആണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ കോളം നെയിം ഈക്വൽ ടു അതിൽ കൊടുക്കേണ്ട പുതിയ വാല്യൂ കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് കുറേ കോളത്തിൻ്റെ നെയിംസും ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കോളംസ് ചേഞ്ച് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് കോമ ഇട്ട് കൊടുക്കാം. ഇവിടെ കോളൻ 1 ഈസ് ഈക്വൽ ടു വാല്യൂ 1, കോളം 2 ഈസ് ഈക്വൽ ടു വാല്യൂ 2. അങ്ങനെ നമുക്ക് എത്ര കോളംസ് ഉണ്ടോ അത്ര കോളംസിനും അതിനുള്ള വാല്യൂസും കൊടുത്തിട്ട് എഴുതാം. നെക്സ്റ്റ് വേർ കീവേഡ് കൊടുത്തിട്ട് അതിനുള്ള കണ്ടീഷൻ കൊടുക്കണം, സെമിക്കോളൻ. ഇതിനുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഒരു ടേബിളുണ്ട്, കസ്റ്റമേഴ്സ് എന്നുള്ള ഒരു ടേബിളുണ്ട്. ദ ഫോളോയിങ് ക്വയറി വിൽ അപ്ഡേറ്റ് ദ അഡ്രസ് ഫോർ എ കസ്റ്റമർ ഹൂസ് ID നമ്പർ ഇസ് 6. ID നമ്പർ 6 ഉള്ള കസ്റ്റമറിൻ്റെ അഡ്രസ്സ് മാത്രം നമുക്ക് മാറ്റണം. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ കൊടുക്കണ്ടേ? അപ്ഡേറ്റ് ടേബിൾ നെയിം ഇവിടെ കസ്റ്റമറാണ്. അപ്പോൾ അപ്ഡേറ്റ് കസ്റ്റമർ സെറ്റ് അഡ്രസ് ഇസ് ഈക്വൽ ടു, അഡ്രസ്സാണ് ഇവിടുത്തെ കോളം നെയിം, അഡ്രസ് ഇസ് ഈക്വൽ ടു നമുക്ക് വേണ്ട പുതിയ അഡ്രസ്സ് കൊടുക്കാം. വേർ കണ്ടീഷനിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ID ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ID 6 ഉള്ള കസ്റ്റമറിൻ്റെ അഡ്രസ്സ് മാത്രം മാറും. നെക്സ്റ്റ് ഉള്ളതാണ് ഡെലീറ്റ് ക്വയറി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സിസ്റ്റിംഗ് റെക്കോർഡിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ടേബിളിലുള്ള എക്സിസ്റ്റിംഗ് റെക്കോർഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ നമുക്ക് വേർ കീവേഡ് യൂസ് ചെയ്യാം. ടു സ്പെസിഫൈ സം കണ്ടീഷൻ വി ക്യാൻ യൂസ് വേർ കീവേഡ് ഓർ വേർ ക്ലോസ്. ആൻഡ് ഇതിൻ്റെ സിൻടാക്സ് ആണ് ഡെലീറ്റ് ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ സെമിക്കോളൻ. ഇതാണ് ഡെലീറ്റിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് എന്ന് പറയുന്നത്. ഇതിലൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ കസ്റ്റമേഴ്സ് എന്നുള്ളൊരു ടേബിളുണ്ട്. ഇതിൽ ID 6 ഉള്ള കസ്റ്റമർ ID 6 ഉള്ള റോ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഡെലീറ്റ് ഫ്രം ടേബിൾ നെയിം കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ഡെലീറ്റ് ഫ്രം കസ്റ്റമേഴ്സ് വേർ ID ഈക്വൽ ടു 6. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 6 ID ഉള്ള ആ റോ തന്നെ ഡിലീറ്റ് ആയി കിട്ടും. അപ്പോൾ ഡിലീറ്റ് യൂസ് ചെയ്തുകൊണ്ട് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ടേബിൾ തന്നെ ഡിലീറ്റ് ആയി കിട്ടും. ഇതാണ് ഡിലീറ്റിനും ഡ്രോപ്പിനും ഉള്ള ഒരു ഡിഫറൻസ്. നെക്സ്റ്റ് വണ്ണാണ് ഓൾട്ടർ ടേബിൾ കമാൻഡ്. SQL ഓൾട്ടർ ടേബിൾ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ടേബിളിലുള്ള കോളത്തിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, പിന്നെ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഓൾട്ടർ ടേബിൾ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓരോ ഓപ്പറേഷനുള്ള സിൻടാക്സ് നോക്കാം. ഫസ്റ്റ് ഉള്ളതാണ് ഒരു ടേബിളിൽ എക്സിസ്റ്റിംഗ് ടേബിളുണ്ട്, അതിൽ പുതിയൊരു കോളം ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഓൾട്ടർ ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൻ്റെ സിൻടാക്സ് ആണ് ഓൾട്ടർ ടേബിളിൻ്റെ നെയിം ആഡ് കോളം നെയിം ഡേറ്റ ടൈപ്പ് സെമിക്കോളൻ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കോളം നെയിം വിത്ത് ഡേറ്റ ടൈപ്പ് അവിടെ ആഡ് ആയി കാണും. എക്സിസ്റ്റിംഗ് ടേബിളിൽ എക്സ്ട്രാ ഒരു ന്യൂ കോളം ആഡ് ആയി കാണും. പിന്നെ ഉള്ളതാണ് ഒരു കോളം മാത്രം ഡ്രോപ്പ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ്. അത് ഓൾട്ടർ ടേബിൾ നെയിം ഡ്രോപ്പ് കോളം നെയിം. ഇതിൻ്റെ സിൻടാക്സാണ് ഓൾട്ടർ ടേബിളിൻ്റെ നെയിം ഡ്രോപ്പ് കോളം, നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ആ കോളത്തിൻ്റെ നെയിം സെമിക്കോളൻ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കോളം മാത്രം ഡിലീറ്റ് ആയി കിട്ടും. നെക്സ്റ്റ് ഒന്നാണ് ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാനുള്ള സിൻടാക്സ്. ഒരു എക്സിസ്റ്റിംഗ് ടേബിളുണ്ട്, അതിലുള്ള ഒരു കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിൻ്റെ സിൻടാക്സ് നോക്കാം.
ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ കോളം, കോളം നെയിം, ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഇതിൽ ഓൾട്ടർ ടേബിൾ അത് കമാൻഡാണ്. ടേബിൾ നെയിം നമ്മളുടെ ടേബിളിൻ്റെ നെയിം കൊടുക്കണം. മോഡിഫൈ അതൊരു കമാൻഡ് കീവേഡാണ്. കോളം, കോളം നെയിം നമ്മൾ ഏത് കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ നെയിം കൊടുക്കണം. പിന്നെ പുതിയ ഡേറ്റ ടൈപ്പ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഡേറ്റ ടൈപ്പല്ലേ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഡേറ്റ ടൈപ്പിലാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഡേറ്റ ടൈപ്പ് ഇവിടെ കൊടുത്തിട്ട് സെമിക്കോളൻ കൊടുക്കണം. പിന്നെ ഉള്ളതാണ് നോട്ട് നൽ കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു കമാൻഡ്. ഒരു കോളത്തിൽ നോട്ട് നൽ കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആഡ് ചെയ്തില്ല, ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യണം. അതിൻ്റെ സിൻടാക്സ് ആണ് ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, മോഡിഫൈ കോളം നെയിം, ഡേറ്റ ടൈപ്പ്, നോട്ട് നൽ, സെമിക്കോളൻ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള കോളം നെയിമില്ല അതിൻ്റെ ഡേറ്റ ടൈപ്പിലുള്ള കൺസ്ട്രെയിൻറ്റ് നോട്ട് നല്ലാവും. പിന്നെ ഇതുപോലെ നമുക്ക് യൂണിക് കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്യാം, ചെക്ക് കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്യാം, പ്രൈമറി കീ കൺസ്ട്രെയിൻറ്റ്, ഇതെല്ലാം നമുക്ക് ഓൾട്ടർ ടേബിൾ കമാൻഡ് വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് വേർ ക്ലോസ്, വേർ കീവേഡ്. ഈ വേർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഡേറ്റ നമ്മൾ ടേബിളിൽ നിന്ന് ഫെച്ച് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്ത് നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഇസ് യൂസ്ഡ് ടു സ്പെസിഫൈ എ കണ്ടീഷൻ വൈൽ ഫെച്ചിങ് ദ ഡേറ്റ ഫ്രം എ സിംഗിൾ ടേബിൾ ഓർ ബൈ ജോയിനിങ് മൾട്ടിപ്പിൾ ടേബിൾസ്. നമുക്ക് ഈ RDBMSൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു ടേബിളാണ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതും ഒരു ടേബിളാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേർ കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ ഓരോ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് എല്ലാം എടുത്തിട്ട് അതിൽ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് എല്ലാം ഒരു പുതിയ ടേബിളിലാക്കി നമുക്കൊരു പുതിയ ടേബിളാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ആൻഡ് ഇത് നമ്മൾ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം യൂസ് ചെയ്യുന്നതല്ല, ഇത് നമ്മൾ സെലക്റ്റിൽ യൂസ് ചെയ്യാം, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കമാൻഡ്സിലും നമുക്ക് വേർ ക്ലോസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള വേർ ക്ലോസിൻ്റെ ഒരു സിൻടാക്സ് കാണാം. സെലക്ട് കോളം നെയിം ഫ്രം ടേബിൾ നെയിം, വേർ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ കൊടുക്കണം. ഈ കണ്ടീഷനിൽ നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റർ പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ലൈക്ക്, നോട്ട്, ഇങ്ങനെയുള്ള കമ്പാരിസൺ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ നമുക്ക് കസ്റ്റമർ എന്ന ഒരു ടേബിളുണ്ട്. ആ കസ്റ്റമർ ടേബിളിൽ നിന്ന് സാലറി ഗ്രേറ്റർ ദാൻ 2000 ഉള്ള കസ്റ്റമർ ഡീറ്റെയിൽസ് മാത്രം എടുക്കണം. നെയിമും സാലറിയും മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ വേർ ആൻഡ് സെലക്ട് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സെലക്ട് ID നെയിം സാലറി, നമുക്ക് ആവശ്യമുള്ളത് ID നെയിം സാലറി മാത്രമാണ്. സെലക്ട് ID നെയിം സാലറി ഫ്രം ടേബിൾ നെയിം കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ ഫ്രം കസ്റ്റമേഴ്സ് വേർ സാലറി ഗ്രേറ്റർ ദാൻ 2000 സെമിക്കോളൻ. ഇങ്ങനെ കൊടുക്കുമ്പോൾ സാലറി എബോവ് 2000 ഉള്ള കസ്റ്റമേഴ്സിൻ്റെ ID നെയിം സാലറി മാത്രം ഒരു പുതിയ ടേബിളിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. നെക്സ്റ്റ് ഉള്ളതാണ് ആൻഡ് ഓർ ക്ലോസസ്. ആൻഡ് ഓർ ക്ലോസസ്. ഇത് ആൻഡ് ഓർ ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് രണ്ടും കൺജക്റ്റീവ് ഓപ്പറേറ്റേഴ്സ് എന്നും പറയാം. ദീസ് ടു ഓപ്പറേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് കൺജങ്ക്റ്റീവ് ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് വൺ ആണ് ആൻഡ്. AND operator allows the existence of multiple conditions in an SQL statement where clause. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാലറി ഗ്രേറ്റർ ദാൻ 2000 ആൻഡ് ഏജ് ഗ്രേറ്റർ ദാൻ 20 ഇങ്ങനെ കൊടുക്കുമ്പോൾ സാലറിയും ഗ്രേറ്റർ ദാൻ 2000 വേണം, ഏജും ഗ്രേറ്റർ ദാൻ 20 വേണം. അങ്ങനെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റോസ് മാത്രമേ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ ഓർ ഓപ്പറേറ്റർ എയ്തർ സാലറി ഗ്രേറ്റർ ദാൻ 2000 വന്നാൽ മതി, അല്ലെങ്കിൽ ഏജ് 20 വന്നാൽ മതി. ഫോർ എക്സാമ്പിൾ സാലറി ഗ്രേറ്റർ ദാൻ 2000 ഓർ ഏജ് ഗ്രേറ്റർ ദാൻ 20 ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് രണ്ടിൽ ഏത് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ആ റോസ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും. ഇതാണ് ഓറിനും ആൻഡിനും ഉള്ള ഡിഫറൻസ്. ആൻഡിൽ അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ആൻഡ് വെച്ച് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. ഓറിൽ അതിലുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി, അത് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും. നെക്സ്റ്റ് വണ്ണാണ് ലൈക്ക് ഓപ്പറേറ്റർ. ഇത് നമ്മൾ കണ്ടീഷൻസൊക്കെ കൊടുക്കുമ്പോൾ കണ്ടീഷൻസിൽ യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ എ വാല്യൂ സിമിലർ ടു വാല്യൂസ് യൂസിങ് വൈൽഡ് കാർഡ് ഓപ്പറേറ്റേഴ്സ്. വൈൽഡ് കാർഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അതിലുള്ള സിമിലർ വാല്യൂസ് നമുക്ക് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇതിൽ രണ്ട് വൈൽഡ് കാർഡ്സ് ആണുള്ളത്. ഒന്ന് പെർസെൻറ്റേജ് സൈൻ, പിന്നെ ഉള്ളത് അണ്ടർസ്കോർ.
പെർസെൻറ്റേജ് സൈന് 0 ടു മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഓർ മൾട്ടിപ്പിൾ നമ്പേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് അണ്ടർസ്കോർ റെപ്രസെൻറ്റ് എ സിംഗിൾ നമ്പർ ഓർ സിംഗിൾ ക്യാരക്ടർ. അപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം യൂസിങ് ലൈക്ക് ഓപ്പറേറ്റർ. ഫസ്റ്റ് എക്സാമ്പിളാണ് വേർ സാലറി ലൈക്ക് സിംഗിൾ കോട്ട്സിനകത്ത് 200%. അപ്പോൾ ഇതിൽ ഇറ്റ് ഫൈൻസ് എനി വാല്യൂസ് ദറ്റ് സ്റ്റാർട്ട് വിത്ത് 200 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് വാല്യൂ ആയാലും ഇതിൽ അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് ഇതിൽ 200 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200ൻ്റെ അടുത്ത് ഒരു പെർസെൻറ്റേജ് സൈൻ ഉണ്ട്. പെർസെൻറ്റേജ് റെപ്രസെൻറ്റ്സ് 0, 1 ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ അത് പെർസെൻറ്റേജിൽ നമുക്ക് എത്ര വാല്യൂസ് കാണുമെന്ന് അറിയില്ല. അപ്പോൾ 200 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റിസൾട്ടിൽ എടുക്കും. നെക്സ്റ്റ് വൺ ആണ് വേർ സാലറി ലൈക്ക് സിംഗിൾ കോട്ട്സിനകത്ത് പെർസെൻറ്റേജ് 200%. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ്ങും എത്ര വാല്യൂസ് ഉണ്ടെന്ന് നമുക്കറിയില്ല, ലാസ്റ്റും എത്ര വാല്യൂസ് ഉണ്ടെന്ന് അറിയില്ല. എന്തെങ്കിലും ഒരു പൊസിഷനിൽ 200 ഉണ്ടെങ്കിൽ അത് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഉള്ളതാണ് വേർ സാലറി ലൈക്ക് സിംഗിൾ കോട്ട്സിനകത്ത് _00%. ഇതിൽ സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിൽ 0 വരുന്ന വാല്യൂസ് നമുക്ക് റിസൾട്ടിൽ കിട്ടും. ഇതിൽ ഫസ്റ്റ് അണ്ടർസ്കോർ ആണ് ഉള്ളത്. അണ്ടർസ്കോർ വെച്ചിട്ട് നമുക്ക് ഒരു വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു നമ്പർ ഒരു ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിൽ 0 ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷനിൽ 0 ഉള്ള ഏത് വാല്യൂസ് ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. പിന്നെ ഉള്ളതാണ് വേർ സാലറി ലൈക്ക് 2_%_%. സ്റ്റാർട്ടിങ് 2 ആയിരിക്കണം ആൻഡ് അറ്റ്ലീസ്റ്റ് 3 ക്യാരക്ടേഴ്സ് വേണം. അങ്ങനെയുള്ള എല്ലാ ഔട്ട്പുട്ട്സും നമുക്ക് കിട്ടും. അങ്ങനെയുള്ള എല്ലാ വാല്യൂസും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ദെൻ ഉള്ളത് സാലറി ലൈക്ക് %2. ഇതിൽ എൻഡ് വിത്ത് വാല്യൂസ് എൻഡ്സ് വിത്ത് 2 വെച്ച് എൻഡ് ചെയ്യുന്ന എല്ലാ വാല്യൂസും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ആൻഡ് ദെൻ ഉള്ളതാണ് _2%3. ഇതിൽ സെക്കൻഡ് പൊസിഷനിൽ 2 ഉള്ള വാല്യൂസും ലാസ്റ്റ് പൊസിഷനിൽ 3 ഉള്ള വാല്യൂസും നമുക്ക് കിട്ടും. സെക്കൻഡ് പൊസിഷനിൽ 2 വേണം ആൻഡ് ലാസ്റ്റ് പൊസിഷനിൽ 3 വേണം. അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ വാല്യൂസും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. നെക്സ്റ്റ് ഉള്ളതാണ് 2___3. ഇതിൽ നമുക്ക് 5 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 2 ആൻഡ് എൻഡിങ് വിത്ത് 3 എല്ലാം നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതിൽ ഓർത്ത് വയ്ക്കേണ്ടത് ഇതാണ്, പെർസെൻറ്റേജ് സൈൻ റെപ്രസെൻറ്റ്സ് 0, 1 ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. അണ്ടർസ്കോർ റെപ്രസെൻറ്റ്സ് സിംഗിൾ നമ്പർ ഓർ സിംഗിൾ ക്യാരക്ടർ. നെക്സ്റ്റ് വൺ ആണ് ഓർഡർ ബൈ. ഓർഡർ ബൈ ഇസ് യൂസ്ഡ് ടു സോർട്ട് ദ ഡേറ്റ ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ബേസ്ഡ് ഓൺ 1 or more columns. അപ്പോൾ ഓർഡർ ബൈ യൂസ് ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഡേറ്റാസിനെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ബേസിക് സിൻടാക്സ് ആണ് സെലക്ട് കോളം ലിസ്റ്റ് ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ ഓർഡർ ബൈ കോളം 1, കോളം 2 എക്സെട്ര. സെലക്ട് കോളം ലിസ്റ്റിൽ നമുക്ക് ആവശ്യമുള്ള കോളത്തിൻ്റെ നെയിംസ് എല്ലാം കൊടുക്കണം ഫ്രം ആ ടേബിളിൻ്റെ നെയിം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം വേർ യൂസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഓർഡർ ബൈ നമ്മൾ കൊടുത്ത കോളം നെയിം എല്ലാം കൊടുക്കണം. ആൻഡ് ഇത് അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. അസെൻഡിങ് ആണെങ്കിൽ ASC കൊടുക്കണം, ഡിസെൻഡിങ് ആണെങ്കിൽ DESC കൊടുത്ത് സെമിക്കോളൻ കൊടുത്താൽ മതി. ആൻഡ് ഇത് ഡീഫോൾട്ടിലി നമ്മളിപ്പോൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഡീഫോൾട്ടിലി അസെൻഡിങ് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഐഡൻറ്റിക്കൽ ഡേറ്റാസൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെലക്ട് സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കണ്ടീഷൻ വേണമെങ്കിൽ അത് കൊടുക്കാം. നെക്സ്റ്റ് ഗ്രൂപ്പ് ബൈ കൊടുക്കാം. ഗ്രൂപ്പ് ബൈ കൊടുത്താൽ അതിലുള്ള ഓപ്പറേഷൻ ഐഡൻറ്റിക്കൽ ഡേറ്റാസൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് അത് നമുക്ക് സോർട്ട് ചെയ്താണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഓർഡർ ബൈ ക്ലോസ് എക്സിക്യൂട്ട് ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ഉണ്ട്. ഇതിൽ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. കസ്റ്റമർ ടേബിളാണ് ഇത്. അതിൽ കസ്റ്റമർ ID, നെയിം, ഏജ്, അഡ്രസ്, സാലറി എല്ലാം ഉണ്ട്. ഇത് നമ്മൾ നെയിം വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്തിട്ട് നെയിം, സം ഓഫ് സാലറി, ഇത് രണ്ടും മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ആണ് സെലക്ട് നെയിം, സം ഓഫ് സാലറി ഫ്രം കസ്റ്റമേഴ്സ് ഗ്രൂപ്പ് ബൈ നെയിം. കസ്റ്റമേഴ്സാണ് ടേബിളിൻ്റെ നെയിം. നമ്മൾ നെയിം വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്തിട്ട് സോർട്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോർട്ടിങ് ഡീഫോൾട്ട്ലി അസെൻഡിങ് ഓർഡർ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇതിൽ സോർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഹർദിക് ആയിരിക്കും. ഹർദിക്കിൻ്റെ സാലറി 8500 ആണ്. അതിൽ വേറെ ഐഡൻറ്റിക്കൽ നെയിം ഇല്ല. അപ്പോൾ
സാലറി 8500. നെക്സ്റ്റ് വരുന്നത് കൗശിക്കിൻ്റെ 2 നെയിമുണ്ട്, 2 ഐഡൻറ്റിക്കൽ ഡേറ്റ ഉണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെ സാലറി ആഡ് ചെയ്തിട്ടാണ് നമ്മൾക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ 8500. ഇതുപോലെ ഓരോ നെയിമിൽ ഇപ്പോൾ ഐഡൻറ്റിക്കൽ ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള സാലറി എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു നെയിമിലാണ് ഇവിടെ കിട്ടുന്നത്. ഇതാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ്. നെക്സ്റ്റ് ആണ് SQL ഫങ്ഷൻസ്. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് കൗണ്ട് ഓഫ്. Count function returns the number of rows that matches a specified criteria. Count function number of rows ആണ് റിട്ടേൺ ചെയ്യുന്നത് based on some specified conditions. നെക്സ്റ്റ് ആണ് ആവറേജ്, AVJ ഓഫ്. ഈ ആവറേജ് ഫംഗ്ഷൻ ഒരു കോളത്തിലുള്ള ന്യൂമറിക് വാല്യൂസിൻ്റെ ആവറേജ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സം ഓഫ് ഫംഗ്ഷൻ. ഇത് ഒരു കോളത്തിലുള്ള ന്യൂമറിക് ഫംഗ്ഷൻ എല്ലാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇത് കൗണ്ട് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് സെലക്ട് കൗണ്ട് ഓഫ് കോളം നെയിം ഫ്രം ടേബിൾ വെയർ കണ്ടീഷൻ സെമിക്കോളൻ. ആവറേജിൻ്റെ സിൻടാക്സ് സെലക്ട് AVJ ഓഫ് കോളം നെയിം ഫ്രം ടേബിൾ വെയർ കണ്ടീഷൻ സെമിക്കോളൻ. പിന്നെ സം ഓഫ് അതിൻ്റെത് സെലക്ട് സം ഓഫ് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വെയർ കണ്ടീഷൻ സെമിക്കോളൻ. നെക്സ്റ്റ് വൺ SQL മിനിമം ആൻഡ് മാക്സിമം ഫങ്ഷൻസ്. ഇതിൽ മിനിമം MIN ഓഫ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ആ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് കോളത്തിലുള്ള സ്മോളസ്റ്റ് വാല്യൂ ആണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. മാക്സ് ഓഫ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ദി സെലക്റ്റഡ് കോളം. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന കോളത്തിലുള്ള ലാർജസ്റ്റ് വാല്യൂ ആണ് മാക്സ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഇതിൽ മിനിമം ആൻഡ് മാക്സിമം അതിൻ്റെ സിൻടാക്സ് ആണ് സെലക്ട് മിനിമം ആണെങ്കിൽ MIN കൊടുക്കാം, മാക്സിമം ആണെങ്കിൽ MAX കൊടുക്കാം. ഓഫ് കോളം നെയിം ഫ്രം ടേബിൾ നെയിം വെയർ കണ്ടീഷൻ സെമിക്കോളൻ. നെക്സ്റ്റ് ഉള്ളതാണ് ജോയിൻ ക്ലോസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ റെക്കോർഡ്സ് ഫ്രം 2 or more tables in a database. ജോയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ 2 ഡിഫറെൻറ്റ് ടേബിൾസിലുള്ള ഡേറ്റാസിനെ കോളത്തിനെ ജോയിൻ ചെയ്യാൻ പറ്റും. ബട്ട് അത് രണ്ടിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോളം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾസിലുള്ള കോളത്തിനെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിലൊരു എക്സാമ്പിൾ ഉണ്ട്. 2 ടേബിൾസ് ഉണ്ട്. ഒന്ന് കസ്റ്റമേഴ്സ് ടേബിൾ, പിന്നെ ഉള്ളത് ഓർഡേഴ്സ് ടേബിൾ. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ID ആണ്. ഫസ്റ്റ് കസ്റ്റമേഴ്സ് ടേബിൾ ID ഉണ്ട്, ഓർഡേഴ്സ് ടേബിളിൽ കസ്റ്റമർ ID ഉണ്ട്. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ട് വെച്ചിട്ട് നമുക്ക് നെയിം, ഏജ്, എമൗണ്ട് മാത്രം എടുത്ത് ഒരു ടേബിളിലാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് സെലക്ട് ID, നെയിം, ഏജ് ആൻഡ് എമൗണ്ട്. ID, നെയിം, ഏജ് ഇത് 3 കസ്റ്റമർ ടേബിളിലുള്ളതാണ്. എമൗണ്ട് ഓർഡേഴ്സ് ടേബിളിലുള്ളതാണ്. ഇത് 4 നമുക്ക് ആവശ്യമുള്ള കോളംസ്. ഫ്രം കസ്റ്റമേഴ്സ് ഓർഡേഴ്സ് where customers dot ID equal to orders dot customer ID. where ഈ കണ്ടീഷനിൽ കസ്റ്റമർ ടേബിളിലുള്ള ID ഈക്വൽ ടു ഓർഡേഴ്സ് ടേബിളിലുള്ള കസ്റ്റമർ ID. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ അതിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ID, നെയിം, ഏജ് ആൻഡ് എമൗണ്ട് നമുക്ക് ഒരു പുതിയ ടേബിളിൽ കിട്ടും. ഇപ്പോൾ കസ്റ്റമേഴ്സ് ടേബിളിൽ ID 1 ഉണ്ട്, ഓർഡേഴ്സ് ടേബിളിൽ 1 ഇല്ല. 2 ഉണ്ട്, ഓർഡേഴ്സ് ടേബിളിലും 2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ നമുക്ക് കിട്ടും. ലൈക്ക് അതിൻ്റെ നെയിം, ID, ഏജ് ആൻഡ് എമൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ 3 ഉണ്ട്, 4 ഉണ്ട്. അതിൻ്റെയൊക്കെ ഡേറ്റാസ് നമുക്ക് കിട്ടും. 5, 6, 7 ഇല്ല. അപ്പോൾ അതിൻ്റെ ഡേറ്റാസ് നമുക്ക് കിട്ടത്തില്ല. ഓർഡർ ഐഡിയും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടത്തുള്ളൂ. ആൻഡ് ഇതിൽ നമ്മൾ ഈക്വൽ ടു അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. വേർ കസ്റ്റമേഴ്സ് ഡോട്ട് ID ഈക്വൽ ടു ഓർഡേഴ്സ് ഡോട്ട് കസ്റ്റമർ ID. നമുക്ക് ഇതുപോലെ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ബിറ്റ്വീൻ, ലൈക്ക്, നോട്ട് ഇതൊക്കെ യൂസ് ചെയ്യാം ടു ജോയിൻ ദ ടേബിൾസ്. ഓൾമോസ്റ്റ് ഡേറ്റാബേസ് ഫണ്ടമെൻ്റൽസിൽ വരുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കവറാക്കി. എന്തെങ്കിലും ടോപ്പിക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. താങ്ക്